എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. നയനയ്ക്ക് വേണ്ടുന്ന പലഹാരം എന്തൊക്കെയാന്ന് നവ്യയോട് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് ദേവയാനി. പിന്നീട് ദേവേന അകത്തേക്ക് കയറി പോയി കഴിയുമ്പോഴത്തേനും നവ്യ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്ത് പറ്റി അമ്മായിക്ക് എന്തോ ഒരു മാറ്റമുണ്ട്. പക്ഷേങ്കില് കരള് പകുത്ത് നൽകിയത് നയനയാന്നുള്ള കാര്യം ഇതിലായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. അതുകൂടെ മനസ്സിലാക്കുവാണെങ്കിൽ ഇപ്പോഴുള്ള ഈ ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ മാറും. അതൊക്കെ ചിന്തിച്ചുകൊണ്ട് നവ്യ അകത്തേക്ക് കയറി പോണ സമയത്താണ് ജലജ അങ്ങോട്ട് ഇറങ്ങിയിരുന്നത്. വരുന്നുണ്ട് പിശാശ്, ഇവരൊറ്റ എടുത്തിയാ അബീനെ ഈ വഷളാക്കി കളയുന്നേ. ഓരോന്നൊക്കെ ഓതി ഓതി കൊടുത്തു കൊടുത്ത് അബീനെ എല്ലാ ദുഷ്ടത്തരങ്ങളും പഠിപ്പിച്ചു വെക്കുന്ന ഇവര് നേരം ചൊവ്വയാണെങ്കിൽ അബിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. തനിക്ക് നല്ലൊരു ജീവിതം കിട്ടിയാനും. പിന്നീട് അങ്ങോട്ട് ഇറങ്ങി വന്ന ജലജ നവിയോട് ചോദിച്ചു, എന്താടി നീ എന്താ രൂക്ഷമായിട്ട് നോക്കണേന്ന് ചോദിക്കാം. എങ്ങനെ നോക്കാതിരിക്കുന്നു പറ. നിങ്ങളുടെ മകനെ കാണുമ്പോ എനിക്ക് നല്ല ദേഷ്യമെന്ന് പറയണം. ആഹാ, നീ എന്നെ നോക്കണ്ട, എന്റെ മകനെ നോക്കണ്ടെന്ന് പറയണം. എങ്ങനെ നോക്കാതിരിക്കാൻ പറ്റും? വന്ന് പെട്ടുപോയില്ലേന്ന് ചോദിക്കാം. ഒരു കാര്യം ചെയ്യ, നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയിക്കോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സ്വസ്ഥത സമാധാനം ഉണ്ടാവുന്നു. ഞാനും എന്റെ മകൻ രക്ഷപ്പെടുമെന്ന് പറയാം. അതെ, എനിക്കറിയാം നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകണമെന്ന് ആഗ്രഹം എന്നറിയാം. അതിനു വേണ്ടിയിട്ട് പഠിച്ച പണി 18 ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ പോവാത്തന്റെ ഒരു വിഷമം നിൽക്കുണ്ടല്ലേ. നിങ്ങൾ ആ ആദർശനെ കണ്ടുപിടിക്കുക. ഇപ്പം കണ്ടില്ലേ ഭാര്യേനെ കൊണ്ട് പോയേക്കുന്നുണ്ടോ? ഓ, അതാണോ ഇപ്പൊ നിന്റെ വലിയ ബുദ്ധിമുട്ട്? എന്റെ മോനെ അഭി നിന്നെ ഒരിടത്ത് കൊണ്ടുവന്നില്ലെന്നായിരിക്കും അല്ലേ? എടി, നിന്നെ പോലുള്ള ഒരുത്തിനെ എങ്ങനെയാടി കൊണ്ടുപോകുന്നേ? നിന്നെയൊക്കെ ഉലകം ചുറ്റാൻ കൊണ്ടുപോകണമെങ്കിലേ അതിന് വേണ്ടത് എന്തെങ്കിലും ഒരു കാര്യം നിനക്കുണ്ടോ? നീ അവനെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാ നിന്നെയും കൊണ്ട് അവൻ ഉലകം ചുറ്റാൻ പോണെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം നബി എടുത്ത വഴിക്ക് ചോദിച്ചു, സ്നേഹിക്കാഞ്ഞിട്ടാണോ അവന്റെ ഒരു കുഞ്ഞന്റെ വയറ്റിലുള്ളതെന്ന് ചോദിക്കാം. ഇത് കേട്ടതും ജലജ പറഞ്ഞു, ഓ, അത് അബദ്ധപ്പെട്ട അങ്ങാണ്ട് ഉണ്ടായി പോയതല്ലേ. അതിന്റെ പേരിലല്ലേ ഇപ്പൊ നീ ഞങ്ങളെ ക്രൂശിച്ചോണ്ടിരിക്കണമെന്ന് ചോദിക്കാം. നിന്നെ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണമെങ്കിൽ അതിന് വേണ്ടുന്ന യോഗ്യതകൾ നിനക്ക് വേണോടി. എന്തെങ്കിലും ഒരു യോഗ്യത ഉണ്ടോ എന്ന് ചോദിക്കാം. നിന്റെ അനിയത്തിയാണ്, പിന്നെ ഈ വീട്ടിലെ ജോലികൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിലും വെക്കാം. നീയോ വെറുതെ കയറിയിരുന്ന് മേക്കപ്പ് ഇട്ടിരുന്ന് തിന്നാനല്ലാതെ നിന്നെ എന്തിനേലും കൊള്ളാവെന്ന് ചോദിക്കാം. അതെ, നിങ്ങൾക്ക് അങ്ങനെ തോന്നും. പക്ഷെ നിങ്ങളുടെ മകനെ പ്രണയിച്ച് നടക്കുമ്പോൾ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞേ. ഞാൻ ലോകസുന്ദരിയെന്നും പറഞ്ഞോണ്ട് എന്നെ കൊണ്ട് നടന്നുകൊണ്ടിരുന്നേ. പക്ഷെ കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് അവന്റെ വിധം അങ്ങോട്ട് മാറി. അതവന് മുഖത്ത് കണ്ടില്ലാഞ്ഞിട്ട് ഞാൻ എങ്ങാനും നിന്നെ കണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, ആ നിമിഷം തന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് എന്ത് സൗന്ദര്യം അടിയാനുള്ളതെന്ന് ചോദിക്കാം. ഇത് കേട്ടതും നബി പറഞ്ഞു, അത് നിങ്ങളുടെ മകനോട് ചോദിച്ചു നോക്ക്, നിങ്ങളുടെ മകൻ അറിയാന്ന് പറയാണ്. ഇത് കേട്ടതും ജലജയ്ക്ക് പിന്നെ എന്തേലും പറയാൻ പറ്റുമോ? പിന്നീട് നബി പറഞ്ഞു, അതെ, എന്റെ 5ാം മാസം ചടങ്ങാ. എനിക്ക് എന്താ വേണ്ടതെന്നുള്ള കാര്യമെങ്കിലും നിങ്ങൾ അന്വേഷിച്ചോ? അമ്മ ഇവരെ എന്നോട് വന്ന് ചോദിച്ചു എന്ത് വേണമെന്നൊക്കെയുള്ള എന്തൊക്കെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന്. നിങ്ങളുടെ മകന്റെ കുഞ്ഞല എന്റെ വയറ്റ് വളരുന്നേ. പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് ചോദിച്ചോ നിൽക്കും. പിന്നെ അതിന്റെ കൂടെ ഒരു കുഴപ്പമുള്ളൂ. ഇനിയിപ്പൊ നിന്നെ ഊട്ടാത്തന്റെ കുഴപ്പം കൂടെ. എടി, നിന്നെ അംഗീകരിച്ചിട്ടില്ല, പിന്നെയാ നിന്റെ വയറ്റ് വളരുന്ന ഈ കുഞ്ഞിനെ ഞാൻ അംഗീകരിക്കാൻ പോകുന്നേ. അതിനെ വേണമെന്നോ തന്നെ ഇല്ല. എങ്ങനെയെങ്കിലും അതിനെ കൊണ്ട് നശിപ്പിച്ച് കളയുവാണെങ്കിൽ അതായിരിക്കും ഞങ്ങൾക്ക് ഇഷ്ടം. പിന്നെ നീ അങ്ങോട്ട് ഒഴിവായും കൂടെ പോയാൽ മതി എന്ന് പറയടാ. അതെ, നിങ്ങളുടെ മനസ്സിലിപ്പോൾ അതാണെന്നറിയാം. അതുകൊണ്ട് ഒരു കാരണവശാലും എനിക്ക് എന്ത് സംഭവിച്ചാൽ പോലും ഈ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ മകനെ കുറെ നോക്കിയതാ. ഇത് അനന്തപുരിയിലെ കൊച്ചുമകനോ മകളോ ആയിട്ട് വളർന്നു വരും. നിങ്ങളുടെ കൺമുന്നിൽ കൂടെ കണ്ടോ ഇതിനെ വളർത്താൻ പോകുന്ന ആരാ നിനക്കറിയാലോ. എന്നാൽ നിങ്ങളുടെ മകന്റെ സ്വഭാവം ഒരിക്കലും ഇനി കിട്ടാൻ പോകുന്നില്ല. പിന്നെ നിന്റെ നല്ല ഫസ്റ്റ് സ്വഭാവമുള്ളോ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. നവി പറഞ്ഞു, ഇവർക്കിട്ട് വലിയ ഇരുട്ടിടിയും കൊടുത്താലോ. ചില സമയത്ത് അങ്ങനെ തോന്നുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുവാണ്. ആ സമയം നന്ദു ഭയങ്കര സന്തോഷത്തിലാണ്. നന്ദുവിന് പോലീസിലേക്ക് സെലക്ഷൻ കിട്ടി. നന്ദു നേരത്തെ മുതൽ നന്ദുവിന്റെ ആഗ്രഹമായിരുന്നു പോലീസ് യൂണിഫോം എന്ന് പറഞ്ഞ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്കും ഗോവിന്ദനും ഭയങ്കര സന്തോഷം. പിന്നീട് കനകയോടും ഗോവിന്ദനോടുമായിട്ട് നന്ദു പറഞ്ഞു, അതെ, എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ കരോട്ടെ പഠിക്കാൻ പോണ സമയത്ത് പോലീസ് യൂണിഫോം അണിയാന്നുള്ളത്. അപ്പൊ അതിനായിട്ടൊരു അവസരം ഇപ്പൊ വന്നിരിക്കുന്നേ. ടെസ്റ്റ് എഴുതിയൊക്കെ പാസ്സായിട്ടുണ്ട്. ഇനി ബാക്കി ഫിസിക്കലും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടാൻ കനക പറഞ്ഞു, നല്ലതാ നന്ദൂട്ടാ, എപ്പോഴും സ്വന്തം കാലം നിൽക്കാൻ നോക്കണം. നിന്റെ ചേച്ചിമാരും ഉണ്ടല്ലേ, ഒരു ജോലി എന്തേലും കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പൊ അവർക്ക് ഈ ഗതി ഉണ്ടാവുമായിരുന്നോ എന്ന് ചോദിക്കാം. ഗോവിന്ദൻ പറഞ്ഞു, ഇപ്പൊ അങ്ങനെയൊന്നുമല്ല, ഇപ്പൊ നല്ല മാറ്റമുണ്ട് എന്ന് പറയാ. ആദർശമാനാണല്ലോ നയനമോളെ സ്നേഹിക്കാൻ തുടങ്ങിയില്ലോ എന്ന് ചോദിക്കാം. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ നവ്യമോളുടെ കാര്യം തന്നെ കണ്ടില്ലേ? നന്ദു പറഞ്ഞു, അങ്ങനെയൊന്നും ആയിരിക്കില്ലമ്മേ, ഞാനൊരിക്കലും. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്നൊരു വിവാഹമൊന്നും വേണ്ടാന്ന്. നിങ്ങൾ വിവാഹത്തിന് നിർബന്ധിക്കുന്ന സമയത്തും ഞാനതാ പറയണേ. നമുക്ക് സ്വന്തം കാലിൽ നിന്ന് ഒരു വരുമാനമൊക്കെ ആയിട്ട് മതി വിവാഹം. അല്ലാതെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലേ മിക്കവാറും ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് അവിടെ ജോലിയും ചെയ്ത് നിൽക്കേണ്ടതായിട്ട് വരും.
നമുക്ക് 1 രൂപയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നേ കൈ നീട്ടേണ്ട വരത്തില്ലേമ്മേ. ഇത് കേട്ടതും കന പറഞ്ഞു, ഇത് നന്ദൂട്ടൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമാ എന്ന് പറയണം. പിന്നെ അമ്മയ്ക്കും അച്ഛനും അറിയാലോ, എനിക്ക് കല്യാണത്തോടൊന്നും അധികം വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ല. അതെന്താ നന്ദൂട്ടൻ നീ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല എന്ന് പറയണേ. പെട്ടെന്ന് കനകയുടെ മനസ്സിലേക്ക് വല്ലാത്തൊരു ടെൻഷൻ വന്നു. ഒരുപക്ഷെ ഇപ്പോഴും നന്ദുവിന്റെ മനസ്സിൽ ഇനിയിപ്പോ അനിയാണോ, അതുകൊണ്ടാണോ അവള് വിവാഹം വേണ്ടെന്നൊക്കെ പറയണേ. കനക പറഞ്ഞു, എത്രയും പെട്ടെന്ന് തന്നെ നന്ദൂട്ടന്റെ വിവാഹം നടത്തണം. എന്റെ വിവാഹോ? അതെ, ഇനി ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. എത്ര നാളെന്ന് വെച്ചാൽ കാത്തിരിക്കുന്നേ? 2 ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായില്ലേ? നിന്നെയും കൂടി ഇനി ആരുടെയും കൈകില് സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ചാൽ മാത്രമേ എനിക്കും ഗോവിന്ദനും സമാധാനം ആവുള്ളൂ പറയണം. അതെ, ആദ്യം എനിക്കൊരു ജോലിയൊക്കെ കിട്ടട്ടെ, എന്നിട്ട് മതി വിവാഹത്തെക്കുറിച്ചുള്ള ആലോചനയൊക്കെ എന്ന് പറയണം. ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാം. കൂടുതൽ നിർബന്ധിക്കാനായിട്ട് കനയ്ക്കും ഗോവിന്ദനാണല്ലോ പറ്റില്ല. ആ സമയം നന്ദുവിന്റെ മനസ്സിലേക്ക് വന്നേ ജോത്സ്യർ പറഞ്ഞ കാര്യങ്ങളാ. എവിടെയൊക്കെ പോയാലും അവസാനം നിന്റെ അടുത്തേക്ക് തന്നെ നീ സ്നേഹിച്ച് പുരുഷൻ വരുമെന്നുള്ളേ. അനി വരുമോ തന്റെ അരിയിലേക്ക്? താനും അനിയും ഒന്നാകുമോ? ചിന്തിച്ചിട്ട് എത്തും പിടിയും കിട്ടിയില്ല നന്ദുവിന്. ഒരു പക്ഷേങ്കില് ഈ ജ്യോതിഷമൊക്കെ ആണെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരിക്കും എന്നൊരു ചിന്ത വരുവാണ്. ആ സമയം ജലജ അടുക്കളയിലേക്ക് ചെല്ലുവാണ്. അപ്പോഴാണ് ദേവേനി അവിടെ അടുക്കളയില് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ധൃതിയിലായിരുന്നു. 5-ാം മാസത്തെ ചടങ്ങാണ്. അപ്പൊ നവ്യയെ കൊണ്ട് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നവ്യയ്ക്കും നയനിക്കും ഇഷ്ടപ്പെട്ട ലിസ്റ്റ്. അതൊക്കെ നോക്കിയിട്ട് ജലജ പലഹാരം ഉണ്ടാക്കുന്നത് കണ്ടു. ഇത് കണ്ടുകൊണ്ട് ചെന്ന് ജലജയ്ക്ക് ഇഷ്ടപ്പെടില്ല. അല്ല, ഇതെന്ത് പറ്റിയ ഏട്ടത്തിന്ന് ചോദിക്കുകയാണ്. എന്ത് ഈ പലഹാരമൊക്കെ ഉണ്ടാക്കുന്നേ? അത് പിന്നെ നവ്യയുടെ ചടങ്ങല്ലേ, നീ അമ്മായിമ്മയല്ലേ, നിനക്കൊന്നും അറിയണ്ടേന്ന് ചോദിക്കാം. ഓ പിന്നെ ഉണ്ടാക്കിയാലും കൂടെ മതി, നല്ല കേമായി പോയെന്ന് പറയാം. അതെങ്ങാനും കടയിൽ നിന്ന് വല്ല ബേക്കറി മേടിച്ച പോരെ? ഈ വയ്യാത്ത ഏടത്തി എന്തിനാ അടുക്കള കിടന്ന് ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കാം. അതെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഞാൻ അടുക്കള കയറാൻ തുടങ്ങിയല്ലോ, മുമ്പ് അമ്മയായിരുന്നു, ഇനിയിപ്പം ഞാൻ തന്നെ ചെയ്തോളാം ഈ കാര്യങ്ങളൊക്കെ. അല്ല, ഏട്ടത്തിക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ്. അതെ, ചില സമയങ്ങൾ നമുക്ക് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും ജലജെ. അറിയാലോ, ഞാൻ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നേ. അങ്ങനെ ആ കിടക്കയിൽ കടന്നു കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ മനസ്സിലേക്ക് പല പല ചിന്തകളും ഉണ്ടായിരുന്നു. ദൈവമായിട്ട് എനിക്ക് 2-ാം ജന്മം തന്ന ഈ ജന്മത്തിൽ ഇനി ഇങ്ങനെ ഞാൻ നന്നായിട്ട് ജീവിക്കണ്ടേ? പോരാത്തിന് നവ്യമോള് ഗർഭിണിയല്ലേ, അപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേന്ന് ചോദിക്കും. അല്ല, ഇത് കുറെ ഉണ്ടല്ലോ, നവ്യക്ക് ഇഷ്ടപ്പെട്ട പലഹാരം മാത്രമല്ലോ ഉണ്ടാക്കണേന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അവൾ കൂടെ അവൾ ഉണ്ടാക്കുന്നുണ്ട്, ആ നയനയ്ക്ക്. അവൾക്കോ? അത് കേട്ടോണ്ട് മുത്തശ്ശി അങ്ങോട്ട് വന്നേ. ആഹാ, അത് കൊള്ളാലോ മോളെ, അവളുടെ ഇഷ്ടങ്ങളൊക്കെ എങ്ങനെയാ മോൾ അറിഞ്ഞേന്ന് ചോദിക്കും. ഞാൻ നവ്യോട് ചോദിച്ചായിരുന്നു, നവ്യ പറഞ്ഞു തന്നാന്ന് പറയാണ്. അതുകൂടെ കേട്ടുകഴിഞ്ഞപ്പോ ജലജങ്ങൾക്ക് സഹിച്ചില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ഈ ഏട്ടത്തിക്ക് ഇത് എന്ത് പറ്റി എന്നൊരു മനസ്സിലൊരു തോന്നലുണ്ടായി ജലജയുടെ മനസ്സിൽ. ജലജ പെട്ടെന്ന് ചോദിച്ചു, ഇത് എന്താ ഏട്ടത്തി ഇത്? ഏട്ടത്തിയുടെ മരുമോളെ ഏട്ടത്തിന് മൊത്തം അങ്ങോട്ട് മാറ്റിയെടുത്തോന്ന് ചോദിക്കണം. അതൊന്നുമല്ല, അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന ഞാനല്ലേ, അപ്പൊ അവളുടെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ? ഇനിയിപ്പം നവ്യക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അവളെ കൂടെ ഉണ്ടാക്കിയില്ലേ, ചിലപ്പോൾ അതിന്റെ പേരിൽ ഇനിയിപ്പോൾ അവൾ പിണങ്ങിപ്പോയല്ലോ, അതുകൊണ്ട് അവൾ കൂടെ ഉള്ള ഞാൻ ഉണ്ടാക്കുമെന്ന് പറയണം. ഓഹോ, ഇത് കൊള്ളാലോ, ഇതൊന്നും അങ്ങനെ പതിവില്ലാത്ത കാര്യങ്ങളാണല്ലോ. അവൾ അടുക്കളയിൽ കയറി ജോലി ചെയ്തോണ്ടിരുന്നോളാം. ഏട്ടത്തി ഇങ്ങനെയൊക്കെ ഓരോന്ന് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഏട്ടത്തിക്ക് തന്നെ അത് പാരയാവെന്ന് പറയാം. അതൊന്നുമില്ല ജലജെ, നമുക്ക് പറ്റുന്ന സമയത്തല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കുറെ കാലം അവള് നമ്മൾക്ക് എല്ലാവർക്കും വെച്ചുണ്ടാക്കി തന്നല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടതും ജലജ അങ്ങോട്ട് മുഖം വെട്ടിച്ച് അങ്ങോട്ട് കയറി പോവാണ്. മുത്തശ്ശി പറഞ്ഞ്, നല്ല കാര്യം മോളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. നയനമോളെ മോൾക്ക് അറിയത്തില്ലാത്തോണ്ടാ, അവള് പാവ. സ്നേഹിക്കുവാണെങ്കിൽ അവള് ചങ്ക് പറിച്ചിരുന്ന സ്വഭാവം എന്ന് പറയാ. ഇത് കേട്ടതും ദേവേനി മനസ്സിൽ പറഞ്ഞു, അതെനിക്കറിയാം, അവൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നത്, അവള് തന്ന കരളിന്റെ ബലത്തില്. ആ സമയം മുത്തശ്ശി ചോദിച്ചു, എന്താ മോളെ? ഒന്നുമില്ല, ഞാനിതൊക്കെ ഉണ്ടാക്കുന്ന വെച്ചാ അവൾക്ക് വേണ്ടി മാത്രമല്ല, അറിയാലോ. പിന്നെ ആദർശം അവൾ ഇന്ന് വരുമായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അല്ല വിളിക്കോ മറ്റോ ചെയ്താലും ചോദിക്കും. വിളിച്ചായിരുന്നു, അവിടുന്ന് പുറപ്പെട്ടെന്നാ പറഞ്ഞേ, കുറച്ച് കഴിയുമ്പോഴത്തേന് എത്തുമെന്ന് പറയണം. ദേവേനി ഭയങ്കര സന്തോഷത്തിലാണ്. മുത്തശ്ശിക്ക് മനസ്സിലാവുകയും ചെയ്തു, എന്റെ ഭഗവാനെ, ഈ സന്തോഷം എന്നും നിലനിന്നാൽ മതിയായിരുന്നു. ഇന്ന് അതിനെ സ്നേഹിക്കുകയും കൂടെ ചെയ്താൽ മതിയായിരുന്നു. അതും കൂടെ കണ്ട് കണ്ണടച്ചാലും മതി. അങ്ങനെ ഒരു ചിന്തയോട് കൂടി മുത്തശ്ശി അങ്ങോട്ട് കയറി പോവാണ്. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നയനെ ആദർശം കൂടെ വീട്ടിൽ വരുവാണ്. അപ്പോൾ വഴിക്കണ്ണുമായിട്ട് ദേവേനെ അവിടെ സിറ്റോട്ടിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവര് വന്ന് ഇറങ്ങുന്ന കണ്ടപ്പത്തിന് ദേവേനി പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുവാണ്. ആദർശം പറഞ്ഞു, അമ്മ എന്തിനേയും കൂടെ നടന്നു വന്നേന്ന് ചോദിക്കാം. അല്ല, കുഴപ്പമൊന്നുമില്ല അല്ലേന്ന് ചോദിക്കുകയാണ്. എന്ത് കുഴപ്പം? അല്ല, യാത്രയൊക്കെ സുഖമായിരുന്നോ? യാത്രയൊക്കെ സുഖമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു പറയണം. നയനയുടെ മുഖത്തേക്ക് ദേവേനെ നോക്കി. ദേവേനിക്ക് മനസ്സിലായി അവര് ഭാര്യ ഭർത്താക്കന്മാരായെന്ന്. നയനയുടെ മുഖത്തൊരു തുടിപ്പും പ്രകാശവും ഒക്കെ കണ്ടു. എന്തെന്നില്ല സന്തോഷം തോന്നി. പക്ഷെ അത് മുഖത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. പിന്നീട് ആദർശനോട് ചോദിച്ചു, അല്ല വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലോ? ഇല്ല അമ്മ എന്തിനാ ഇത് തന്നെ ഇങ്ങനെ തന്നെയും പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കണമെന്ന് ചോദിക്കാം. പക്ഷെ
ചോദിക്കണമെന്നുണ്ടായിരുന്നു നയനയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ വെട്ടിത്തുറന്ന് ചോദിക്കാൻ പറ്റില്ലോ. എന്ത് വിചാരിക്കും ആദർശ്? അവന് സംശയം ഉണ്ടാകത്തില്ലേ? എന്നാ ശരി, നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തിട്ട് വാ, ഞാൻ ചായ എടുക്കാന്ന് പറയണ. ഇത് കേട്ടപ്പോ ആദർശ് അത്ര ശരിയമ്മയെന്ന് പറഞ്ഞപ്പോ നയന പറഞ്ഞു, വേണ്ട, ഞാൻ ചായയൊക്കെ എടുത്തോളാന്ന് പറയണം. അതെന്താ? ഞാൻ ചായ എടുത്ത് നിനക്ക് കുടിക്കാൻ പറ്റില്ല നിൽക്കും. അതല്ല, അമ്മ അടുക്കളയിൽ കയറി. ഞാൻ അടുക്കളയിൽ കയറുന്നത് ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഈ അടുക്കളയിൽ പറഞ്ഞ ഞാൻ ഏറ്റെടുത്തിരിക്കുക. ഇവിടെ കയറി ആരും എനിക്ക് വേണ്ടി ചായയോ അല്ലെങ്കിൽ വേറെ ആർക്കും വേണ്ടി ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞിട്ട് ദേഷ്യം ഭാവിച്ച് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ്. ആ സമയം ആദർശം സാരമില്ല പോട്ടെ വാന്നും പറഞ്ഞ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയണേ. എന്ത്? അല്ല, ഇപ്പൊ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാന്നുള്ള കാര്യം. ഇത് കേട്ടപ്പോ ആദർശം പറഞ്ഞു, അതെ, ഒരു കണക്കിന് അറേഞ്ച്ഡ് മാരേജ് എന്തുകൊണ്ടും നല്ലത്. കല്യാണത്തിന് ശേഷം നമ്മൾ പരസ്പരം മനസ്സിലാക്കി അതിനുശേഷമായിരിക്കും ആ സ്നേഹം മൊത്തം പങ്കിടുന്നത്. പ്രണയിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ അതിനു മുമ്പ് തന്നെ സ്നേഹം കൊടുക്കും. പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം കുറച്ച് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം സ്നേഹിക്കുവാണെങ്കിൽ എന്തൊരു സ്നേഹമായിരിക്കും എന്നറിയോ? പിരിയാൻ പറ്റാത്തത്ര സ്നേഹമായിരിക്കും എന്ന് അറിയാം. ഇത് കേട്ടത് നയന പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ ഞാൻ എത്രമാത്രം വേദനിച്ചെന്ന് അറിയാമെന്ന് ചോദിക്കും. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നയനയെ ചേർത്ത് പിടിക്കുകയാണ് ആദർശ്. ഈ സമയം ആകെപ്പാടെ സമനില പോലെ അനാമിക ഇരിക്കണം. അനാമികക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അനാമിക നേരെ രേവതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. രേവതിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. ഇവിടെ 5-ാം മാസം ചടങ്ങ് നടക്കുകയാണ്, ആ നന്ദു വരുവാന്നൊക്കെയുള്ള കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി ഒരു കാരണവശാലും അവൾ ഇവിടെ വരില്ല. അവൾ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം മോളോട്. മോൾ അതുപോലെ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയണ. അങ്ങനെ കുറെ കുതന്ത്ര ബുദ്ധിയൊക്കെ ഉപദേശിച്ചു കൊടുക്കുകയാണ് അനാമയ്ക്ക്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ എന്തായി തീരുന്ന അറിയത്തില്ല. നന്ദു വരാതിരിക്കാൻ വേണ്ട എന്തൊക്കെ ബുദ്ധി പ്രയോഗിച്ചെന്ന് പറഞ്ഞാലും അവസാനം നന്ദു അങ്ങോട്ടേക്ക് വരിക തന്നെ ചെയ്യും. ഇനിയിപ്പോ അവരെന്തൊക്കെ നൂലാമാലകൾ ഒപ്പിച്ചാലും അതിന് നന്ദുവിന്റെ കഴുത്തിൽ താലി ചാർത്തുക തന്നെ ചെയ്യും. അതിനിപ്പോ അധിക താമസമൊന്നും ഉണ്ടാകത്തില്ല. അപ്പൊ അതിന്റെയൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.